എഡ്യൂക്കേസ്റ്റ് അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വരുന്ന LDC പരീക്ഷകൾക്ക് വേണ്ടി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സിലബസ് വൈസ് ക്ലാസ്സുകളിൽ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് വന്യജീവി സങ്കേതങ്ങളെക്കുറിച്ചുള്ള ചോദ്യങ്ങളാണ്. ചോദ്യങ്ങളിലേക്ക് കടക്കാം. കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം. കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം പെരിയാർ. പെരിയാർ വന്യജീവി സങ്കേതമാണ് കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം. കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതം. കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതം പെരിയാർ വന്യജീവി സങ്കേതം തന്നെയാണ് കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതം. പെരിയാർ വന്യജീവി സങ്കേതത്തിൻ്റെ പഴയ പേര്. പെരിയാർ വന്യജീവി സങ്കേതത്തിൻ്റെ പഴയ പേര് നെല്ലിക്കാംപെട്ടി ഗെയിം സാങ്ച്വറി. നെല്ലിക്കാംപെട്ടി ഗെയിം സാങ്ച്വറി എന്നാണ് പെരിയാർ വന്യജീവി സങ്കേതത്തിൻ്റെ പഴയ പേര്. 1934 ഇത് സ്ഥാപിതമായത്. 1950 മുതലാണ് പെരിയാർ വന്യജീവി സങ്കേതം എന്ന് പേര് മാറ്റപ്പെട്ടത്. 1934 നെല്ലിക്കാംപെട്ടി ഗെയിം സാങ്ച്വറി സ്ഥാപിച്ചപ്പോൾ തിരുവിതാംകൂർ രാജാവ്. ശ്രീ ചിത്തിര തിരുനാൾ. 1934 നെല്ലിക്കാംപെട്ടി ഗെയിം സാങ്ച്വറി സ്ഥാപിച്ചപ്പോൾ തിരുവിതാംകൂർ രാജാവായിരുന്നത് ശ്രീ ചിത്തിര തിരുനാളാണ്. ശബരിമല സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതം. ശബരിമല സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതം പെരിയാർ വന്യജീവി സങ്കേതം. പെരിയാർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന താലൂക്ക്. പെരിയാർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് പീരുമേട്. പീരുമേടാണ് പെരിയാർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന താലൂക്ക്. തേക്കടി വന്യജീവി സങ്കേതം എന്ന പേരിൽ അറിയപ്പെടുന്ന വന്യജീവി സങ്കേതം. തേക്കടി വന്യജീവി സങ്കേതം എന്ന പേരിൽ അറിയപ്പെടുന്ന വന്യജീവി സങ്കേതം പെരിയാർ വന്യജീവി സങ്കേതമാണ്. തേക്കടി വന്യജീവി സങ്കേതം എന്ന പേരിൽ അറിയപ്പെടുന്നത്. കേരളത്തിലെ ആദ്യത്തെ കടുവ സംരക്ഷണ കേന്ദ്രം. കേരളത്തിലെ ആദ്യത്തെ കടുവ സംരക്ഷണ കേന്ദ്രം പെരിയാർ. പെരിയാറാണ് കേരളത്തിലെ ആദ്യത്തെ കടുവ സംരക്ഷണ കേന്ദ്രം. പെരിയാർ കടുവ സംരക്ഷണ പ്രദേശം സ്ഥിതി ചെയ്യുന്ന ജില്ലകൾ. പെരിയാർ കടുവ സംരക്ഷണ പ്രദേശം സ്ഥിതി ചെയ്യുന്ന ജില്ലകൾ ഇടുക്കി, പത്തനംതിട്ട ജില്ലകളിലായിട്ടാണ് പെരിയാർ കടുവ സംരക്ഷണ പ്രദേശം സ്ഥിതി ചെയ്യുന്നത്. പെരിയാർ വന്യജീവി സങ്കേതത്തെ കടുവ സംരക്ഷണ കേന്ദ്രമായി പ്രഖ്യാപിച്ച വർഷം. പെരിയാർ വന്യജീവി സങ്കേതത്തെ കടുവ സംരക്ഷണ കേന്ദ്രമായി പ്രഖ്യാപിച്ച വർഷം 1978. 1978 പെരിയാർ വന്യജീവി സങ്കേതത്തെ കടുവ സംരക്ഷണ കേന്ദ്രമായി പ്രഖ്യാപിച്ചത്. ഇന്ത്യയിലെ 10ാമത്തെ കടുവ സംരക്ഷണ കേന്ദ്രം. ഇന്ത്യയിലെ 10ാമത്തെ കടുവ സംരക്ഷണ കേന്ദ്രം പെരിയാർ. ലോകബാങ്ക് ബയോഡൈവേഴ്സിറ്റി കൺസർവേഷൻ ആൻഡ് റൂറൽ ലിവ്ലിഹുഡ് ഇംപ്രൂവ്മെൻറ്റ് പ്രൊജക്ട് BCRLIP ബക്കർ ലിപ്പ് പഠന പദ്ധതി നടപ്പാക്കുന്ന വന്യജീവി സങ്കേതം പെരിയാർ വന്യജീവി സങ്കേതം. ലോകബാങ്ക് ബക്കർ ലിപ്പ് പഠന പദ്ധതി നടപ്പാക്കുന്ന വന്യജീവി സങ്കേതം പെരിയാർ വന്യജീവി സങ്കേതം. ഏതു വർഷത്തിലാണ് പെരിയാർ വന്യജീവി സങ്കേതത്തിൻ്റെ ഭാഗങ്ങൾ പ്രൊജക്ട് എലിഫൻ്റ് പരിധിക്കുള്ളിൽ ഉൾപ്പെടുത്തിയത്? 1992. 1992 പെരിയാർ വന്യജീവി സങ്കേതത്തിൻ്റെ ഭാഗങ്ങൾ പ്രൊജക്ട് എലിഫൻ്റ് പരിധിക്കുള്ളിൽ ഉൾപ്പെടുത്തിയത്. കേരളത്തിലെ ഏറ്റവും വലിയ 2ാമത്തെ വന്യജീവി സങ്കേതം. കേരളത്തിലെ ഏറ്റവും വലിയ 2ാമത്തെ വന്യജീവി സങ്കേതം വയനാട് വന്യജീവി സങ്കേതമാണ്. കേരളത്തിലെ ഏറ്റവും വലിയ 2ാമത്തെ വന്യജീവി സങ്കേതം വയനാട് വന്യജീവി സങ്കേതം. വയനാട് വന്യജീവി സങ്കേതത്തിൻ്റെ മറ്റൊരു പേര്. വയനാട് വന്യജീവി സങ്കേതത്തിൻ്റെ മറ്റൊരു പേര് മുത്തങ്ങ വന്യജീവി സങ്കേതം. വയനാട് വന്യജീവി സങ്കേതം നിലവിൽ വന്ന വർഷം. വയനാട് വന്യജീവി സങ്കേതം നിലവിൽ വന്നത് 1973 വയനാട് വന്യജീവി സങ്കേതം നിലവിൽ വന്നത്. ബേഗൂർ വന്യജീവി സങ്കേതം എന്നറിയപ്പെടുന്ന വന്യജീവി സങ്കേതം. ബേഗൂർ വന്യജീവി സങ്കേതം എന്നറിയപ്പെടുന്ന വന്യജീവി സങ്കേതം വയനാട് വന്യജീവി സങ്കേതം തന്നെയാണ്. ബേഗൂർ വന്യജീവി സങ്കേതം എന്നും അറിയപ്പെടുന്നത്. നീലഗിരി ബയോസ്ഫിയർ റിസർവിൻ്റെ ഭാഗമായുള്ള വന്യജീവി സങ്കേതം. നീലഗിരി ബയോസ്ഫിയർ റിസർവിൻ്റെ ഭാഗമായുള്ള വന്യജീവി സങ്കേതം വയനാട് വന്യജീവി സങ്കേതം. വയനാട് വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? വയനാട് വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? സുൽത്താൻ ബത്തേരി. സുൽത്താൻ ബത്തേരിയിലാണ് വയനാട് വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത്. പറമ്പിക്കുളം വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല. പറമ്പിക്കുളം വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല പാലക്കാട്. പാലക്കാട് ജില്ലയിലാണ് പറമ്പിക്കുളം വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത്. പറമ്പിക്കുളം വന്യജീവി സങ്കേതം നിലവിൽ വന്ന വർഷം. പറമ്പിക്കുളം വന്യജീവി സങ്കേതം നിലവിൽ വന്ന വർഷം 1973 പറമ്പിക്കുളം വന്യജീവി സങ്കേതം നിലവിൽ വന്നത്.
കേരളത്തിലെ രണ്ടാമത്തെ കടുവ സംരക്ഷണ കേന്ദ്രം. കേരളത്തിലെ രണ്ടാമത്തെ കടുവ സംരക്ഷണ കേന്ദ്രം പറമ്പിക്കുളമാണ്. പറമ്പിക്കുളമാണ് കേരളത്തിലെ രണ്ടാമത്തെ കടുവ സംരക്ഷണ കേന്ദ്രം. ഇന്ത്യയിലെ 38ാമത് കടുവ സംരക്ഷണ കേന്ദ്രമായി പറമ്പിക്കുളത്തെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ച വർഷം 2010. 2010ലാണ് ഇന്ത്യയിലെ 38ാമത് കടുവ സംരക്ഷണ കേന്ദ്രമായി പറമ്പിക്കുളത്തെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. പറമ്പിക്കുളം വന്യജീവി സങ്കേതത്തിൻ്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത്. പറമ്പിക്കുളം വന്യജീവി സങ്കേതത്തിൻ്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് തുണക്കടവ്. തുണക്കടവിലാണ് പറമ്പിക്കുളം വന്യജീവി സങ്കേതത്തിൻ്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത്. തമിഴ്നാട്ടിലൂടെ മാത്രം പ്രവേശന കവാടമുള്ള കേരളത്തിലെ ഏക വന്യജീവി സങ്കേതം. തമിഴ്നാട്ടിലൂടെ മാത്രം പ്രവേശന കവാടമുള്ള കേരളത്തിലെ ഏക വന്യജീവി സങ്കേതമാണ് പറമ്പിക്കുളം വന്യജീവി സങ്കേതം. റെഡ് ഡാറ്റ ബുക്കിൽ ഇടം നേടിയ വന്യജീവി സങ്കേതം. റെഡ് ഡാറ്റ ബുക്കിൽ ഇടം നേടിയ വന്യജീവി സങ്കേതം പറമ്പിക്കുളം വന്യജീവി സങ്കേതം. കേരളത്തിൻ്റെ തെക്കേയറ്റത്ത് സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതം. കേരളത്തിൻ്റെ തെക്കേയറ്റത്ത് സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതം നെയ്യാർ വന്യജീവി സങ്കേതമാണ് കേരളത്തിൻ്റെ തെക്കേയറ്റത്ത് സ്ഥിതി ചെയ്യുന്നത്. നെയ്യാർ വന്യജീവി സങ്കേതം നിലവിൽ വന്ന വർഷം. നെയ്യാർ വന്യജീവി സങ്കേതം നിലവിൽ വന്ന വർഷം 1958ലാണ് നെയ്യാർ വന്യജീവി സങ്കേതം നിലവിൽ വന്നത്. കേരളത്തിലെ ഏക ലയൺ സഫാരി പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ഏക ലയൺ സഫാരി പാർക്ക് സ്ഥിതി ചെയ്യുന്നത് മരക്കുന്നം ദ്വീപ്. നെയ്യാർ ഡാമിലെ മരക്കുന്നം ദ്വീപിലാണ് കേരളത്തിലെ ഏക ലയൺ സഫാരി പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. അഗസ്ത്യാർ ക്രോക്കഡൈൽ റീഹാബിലിറ്റേഷൻ ആൻഡ് റിസർവ് സെൻറ്റർ സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതം. നെയ്യാർ വന്യജീവി സങ്കേതം. അഗസ്ത്യാർ ക്രോക്കഡൈൽ റീഹാബിലിറ്റേഷൻ ആൻഡ് റിസർവ് സെൻറ്റർ സ്ഥിതി ചെയ്യുന്നത് നെയ്യാർ വന്യജീവി സങ്കേതത്തിലാണ്. ഒരു വൃക്ഷത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ ഏക വന്യജീവി സങ്കേതം. ഒരു വൃക്ഷത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ ഏക വന്യജീവി സങ്കേതം ശെന്തുരണി. ശെന്തുരണി വന്യജീവി സങ്കേതമാണ് ഒരു വൃക്ഷത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ ഏക വന്യജീവി സങ്കേതം. ശെന്തുരണി വന്യജീവി സങ്കേതം നിലവിൽ വന്ന വർഷം. ശെന്തുരണി വന്യജീവി സങ്കേതം നിലവിൽ വന്ന വർഷം 1984ലാണ് ശെന്തുരണി വന്യജീവി സങ്കേതം നിലവിൽ വന്നത്. ശെന്തുരണി വന്യജീവി സങ്കേതം ഏത് റിസർവ് വനത്തിൻ്റെ ഭാഗമാണ്? ശെന്തുരണി വന്യജീവി സങ്കേതം ഏത് റിസർവ് വനത്തിൻ്റെ ഭാഗമാണ്? കുളത്തൂപ്പുഴ റിസർവ് വനത്തിൻ്റെ ഭാഗമാണ് ശെന്തുരണി വന്യജീവി സങ്കേതം. കരിമ്പുഴ വന്യജീവി സങ്കേതത്തിന് സർക്കാർ അനുമതി ലഭിച്ച വർഷം. കരിമ്പുഴ വന്യജീവി സങ്കേതത്തിന് സർക്കാർ അനുമതി ലഭിച്ച വർഷം 2019ലാണ് കരിമ്പുഴ വന്യജീവി സങ്കേതത്തിന് സർക്കാർ അനുമതി ലഭിച്ചത്. തമിഴ്നാട്ടിലെ മുകുർത്തി ദേശീയോദ്യാനവുമായി അതിർത്തി പങ്കുവയ്ക്കുന്ന വന്യജീവി സങ്കേതം. തമിഴ്നാട്ടിലെ മുകുർത്തി ദേശീയോദ്യാനവുമായി അതിർത്തി പങ്കുവയ്ക്കുന്ന വന്യജീവി സങ്കേതം കരിമ്പുഴ വന്യജീവി സങ്കേതം. നീലക്കുറിഞ്ഞിയുടെ സംരക്ഷണ കേന്ദ്രമായ സങ്കേതം. നീലക്കുറിഞ്ഞിയുടെ സംരക്ഷണ കേന്ദ്രമായ സങ്കേതം കുറിഞ്ഞിമല സങ്കേതം. 2006ൽ സ്ഥാപിതമായ കുറിഞ്ഞിമല സങ്കേതമാണ് നീലക്കുറിഞ്ഞിയുടെ സംരക്ഷണ കേന്ദ്രമായ സങ്കേതം. റീഡ് തവളകൾ കാണപ്പെടുന്ന മലബാർ വന്യജീവി സങ്കേതത്തിൻ്റെ പ്രാന്തപ്രദേശം. റീഡ് തവളകൾ കാണപ്പെടുന്ന മലബാർ വന്യജീവി സങ്കേതത്തിൻ്റെ പ്രാന്തപ്രദേശം കക്കയമാണ്. മലബാർ വന്യജീവി സങ്കേതം നിലവിൽ വന്ന വർഷം. മലബാർ വന്യജീവി സങ്കേതം നിലവിൽ വന്ന വർഷം 2010ലാണ് മലബാർ വന്യജീവി സങ്കേതം നിലവിൽ വന്നത്. കൊട്ടിയൂർ വന്യജീവി സങ്കേതം നിലവിൽ വന്ന വർഷം. കൊട്ടിയൂർ വന്യജീവി സങ്കേതം നിലവിൽ വന്ന വർഷം 2011. 2011ലാണ് കൊട്ടിയൂർ വന്യജീവി സങ്കേതം നിലവിൽ വന്നത്. ചിമ്മിനി വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത്. ചിമ്മിനി വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മുകുന്ദപുരം. തൃശ്ശൂർ ജില്ലയിലെ മുകുന്ദപുരത്താണ് ചിമ്മിനി വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത്. 1984ലാണ് ചിമ്മിനി വന്യജീവി സങ്കേതം സ്ഥാപിതമായത്. കേരളത്തിൻ്റെ ഭാഗമായുള്ള പശ്ചിമഘട്ടത്തിലെ മഴനിഴൽ പ്രദേശം. കേരളത്തിൻ്റെ ഭാഗമായുള്ള പശ്ചിമഘട്ടത്തിലെ മഴനിഴൽ പ്രദേശം ചിന്നാർ. ചിന്നാറാണ് കേരളത്തിൻ്റെ ഭാഗമായിട്ടുള്ള പശ്ചിമഘട്ടത്തിലെ മഴനിഴൽ പ്രദേശം. ചിന്നാർ വന്യജീവി സങ്കേതം നിലവിൽ വന്ന വർഷം. ചിന്നാർ വന്യജീവി സങ്കേതം നിലവിൽ വന്ന വർഷം 1984. 1984ലാണ് ചിന്നാർ വന്യജീവി സങ്കേതം നിലവിൽ വന്നത്.
ചിന്നാർ വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി. ചിന്നാർ വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി പാമ്പാർ. പാമ്പാറാണ് ചിന്നാർ വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി. കേരളത്തിൻ്റെ വടക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതം. കേരളത്തിൻ്റെ വടക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതം ആറളം വന്യജീവി സങ്കേതം. 1984 സ്ഥാപിതമായ ആറളം വന്യജീവി സങ്കേതമാണ് കേരളത്തിൻ്റെ വടക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതം. കർണാടകയിലെ കുടക് വനങ്ങളുമായി ചേർന്ന് കിടക്കുന്ന വന്യജീവി സങ്കേതം ആറളം വന്യജീവി സങ്കേതമാണ് കർണാടകയിലെ കൂർഗ് വനങ്ങളുമായി ചേർന്ന് കിടക്കുന്ന വന്യജീവി സങ്കേതം. ഇത്രയുമാണ് ചോദ്യങ്ങൾ. പുതിയൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.